ഞാനിവിടെ സിമ്പിളായിട്ട് തേങ്ങ അരച്ച് ഞാനെങ്ങനെ മീൻ കറി വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യമേ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കിന് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം അത് വഴണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്കിന് നമ്മളതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നല്ല തിള വരണം. അപ്പം പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മളതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അരപ്പ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ ഉലുവ പൊടിച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. നല്ല പേസ്റ്റ് രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. കാരണം പുളിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അതിന് ശേഷം നല്ല തിള വന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മീൻ ഏകദേശം നന്നായിട്ട് വെന്ത് വരും. വെന്ത് വന്നതിന് ശേഷം അവസാനമായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ തൂവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മീൻ കറി റെഡിയായി.